കാക്കിക്കാരന്റെ പെണ്ണ്. രചന അനി ബിജു ഫിദ. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ലക്ഷ്മി പുത്തേടുത്ത ബലരാമന്റെ വിജയമ്മയുടെ ഒരേ ഒരു മകൾ. PG ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ് അവൾ. അവളുടെ വിവാഹമാണിന്ന്. അവൾക്ക് ഇഷ്ടമില്ലാതെ അവളുടെ വീട്ടുകാരുടെ മാത്രം ഇഷ്ടത്തിന് നടക്കുന്ന അവളുടെ വിവാഹം. കൊട്ടും കുരവിയും മുഴങ്ങി. ആരോ എടുത്തു കൊടുത്ത ആ മഞ്ഞച്ചരട് അവൻ ഏറ്റുവാങ്ങുമ്പോൾ അവളുടെ ഉള്ളാണ് വിറച്ചത്. അറിയാതെ കണ്ണുകൾ ഇറുക്കി അടച്ചപ്പോൾ അവൾ അറിഞ്ഞു ആ മഞ്ഞച്ചരട് തന്റെ കഴുത്തിൽ ഇഴഞ്ഞു കയറുന്നത്. ആ താലിക്കൊപ്പം അവന്റെ നിശ്വാസവും കവിളിൽ തട്ടിയതും അവൾക്ക് അരോചകമായി തോന്നിയെങ്കിലും അവനെ തടയാനോ എതിർക്കാനോ കഴിയാത്ത നിസ്സഹായതയോടെ അങ്ങേ ഒരറ്റത്തായിരുന്നു അവൾ. ആ താലി തന്റെ കഴുത്തിൽ കയറിയ നേരം മുഴുവൻ താൻ SI ആനന്ദകൃഷ്ണയുടെ ഭാര്യയാണെന്ന് അവളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. അവന്റെ കൈവിരലുകൾ തന്റെ സീമന്തരേഖ ചുവപ്പിക്കുമ്പോൾ പുറത്തു വരാൻ വെമ്പിയ ഏങ്ങലുകളെ അവൾ കഷ്ടപ്പെട്ട് അടക്കി വെച്ചു. കണ്ണുകൾ വീണ്ടും ഇറുക്കി അടച്ചു. അവന്റെ ചുടുനിശ്വാസത്തിനൊപ്പം ആ അധരങ്ങളും തന്റെ കവിളിൽ പതിഞ്ഞതും അവളൊരു ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നെങ്കിലും ആരെയും നോക്കാൻ അവൾക്കായില്ല. വേദനയോ അപമാനമോ എന്തെന്നില്ലാത്തൊരു വികാരം അവളെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദയനീയമായി അവൾ അമ്മയെ നോക്കി. അമ്മ സന്തോഷത്തിലാണ്. തന്റെ സ്വപ്നങ്ങളെല്ലാം തല്ലിക്കെടുത്തി നേടിയെടുത്ത അമ്മയുടെ സന്തോഷം. പണ്ട് അങ്ങനെയാണല്ലോ അമ്മ. സ്വന്തം ഇഷ്ടങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുകയാണല്ലോ അമ്മയുടെ ശീലം. ആ ശീലത്തിന്റെ അവസാനം തന്റെ ഈ വിവാഹം. ഒരുപാട് തവണ പറഞ്ഞതാണ് തനിക്ക് ഈ ബന്ധം വേണ്ടെന്ന്. പക്ഷെ അമ്മ കേട്ടില്ല. തന്നെ ഉണ്ണിയേട്ടനെ അകറ്റാനുള്ള അമ്മയുടെ വാശിക്ക് അച്ഛൻ കൂടി കൂട്ടിന്നപ്പോൾ തകർന്നടിഞ്ഞ ഈ ലക്ഷ്മിയുടെ ലോകമായിരുന്നു. ആരോ തന്റെ കൈ പിടിച്ച് അയാളുടെ കൈയിലേക്ക് ചേർത്ത് വെച്ചപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. ചുറ്റിലും നോക്കുമ്പോൾ എല്ലാം പഴയപടി തന്നെ. ആളും ആരവും ഇപ്പോഴുമുണ്ട്. അവന്റെ കൈ പിടിച്ച ആ മണ്ഡപത്തിന് 3 വലം വെച്ച ശേഷം ഒരു ജീവനില്ലാത്ത പാവയെ പോലെ അവൾ അവനോടൊപ്പം മുന്നോട്ട് നടക്കുമ്പോൾ കാഴ്ചകളെ മറച്ചുകൊണ്ട് കണ്ണീർ പെയ്തിറങ്ങുന്നു. വിവാഹത്തിന് ശേഷം ഫോട്ടോ എടുക്കലിന്റെ തിരക്കായിരുന്നു. അവനോട് ചേർന്ന് നിൽക്കാൻ ആരൊക്കെയോ വിളിച്ചു പറയുമ്പോൾ എനിക്കതിനാവില്ലെന്നറിഞ്ഞിട്ടും ആർക്കൊക്കെയോ വേണ്ടി അഭിനയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കെപ്പോഴും അവന്റെ കൈകൾ തന്നെ ഇടുപ്പിലമർന്നും അവളൊന്ന് പിടഞ്ഞു മുന്നോട്ടാഞ്ഞ് അവന്റെ മുഖത്തേക്ക് നോക്കി. ഒരുപക്ഷെ അന്ന് ആദ്യമായിട്ടായിരിക്കണം അവന്റെ മുഖം അവൾ അത്ര അടുത്ത് കാണുന്ന പോലും. എന്താണോ, എന്തുപറ്റി? പരിഭ്രമം നിറഞ്ഞ അവന്റെ ചോദ്യത്തിന് എന്തു മറുപടി നൽകണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ഒന്നുമില്ലെന്ന് തലയാട്ടി അവൾ മുഖം തിരിച്ചു നിൽക്കുമ്പോൾ അവളെ അറിയാൻ അവനും അപ്പോൾ കഴിഞ്ഞില്ല. ഇഷ്ടമില്ലാത്ത ഒരാൾക്കൊപ്പം എങ്ങനെ എഴുകി ചേർന്ന് നിൽക്കണമെന്ന് അവൾക്ക് നിശ്ചയമില്ലായിരുന്നു. എങ്കിലും ഒന്നിനും പ്രതികരിക്കാതെ അവൾ നിന്നു. പിന്നീട് അവന്റെ സ്പർശനത്തിന്റെ ചൂട് തന്റെ ശരീരത്തിൽ പലയിടങ്ങളിൽ അവൾ അറിയുന്നുണ്ടായിരുന്നു. അതയാൾക്ക് മോശമായി ചെയ്യുന്നില്ലെന്നും അറിയാം. എങ്കിലും ഉള്ളിലൊരു തരം ദേഷ്യം പതഞ്ഞു പൊന്തി. മോളെ, ഇന്നു മുതൽ നീ ആനന്ദിന്റെ ഭാര്യ, അവന്റെ വീടിന്റെ മരുമകള്. അതുകൊണ്ട് പഴയതൊക്കെ മറന്ന് എന്റെ മോള് പുതിയൊരാളാവണം. അന്ന് വൈകിട്ട് അയാളോടൊപ്പം ഇറങ്ങുമ്പോൾ അമ്മ നൽകിയ ഉപദേശമായിരുന്നത്. പുച്ഛമാണ് തോന്നിയത്. എന്തൊക്കെയാണ് താൻ മറക്കേണ്ടതെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ പേര് ഉണ്ണിയേട്ടൻ്റെതാണെന്ന് തനിക്കറിയാം. പക്ഷെ എങ്ങനെ? അച്ഛന്റെ തോളിലേക്ക് ചാഞ്ഞ് അവൾ ഒരുപാട് കരഞ്ഞു. അച്ഛൻ തന്നെയാണ് തന്റെ കൈ പിടിച്ച് അയാളുടെ കാറിലേക്ക് കയറ്റിയതും. ആരെങ്കിലും ആ നിമിഷം ഒന്ന് തിരികെ വിളിച്ചിരുന്നെങ്കിലെന്ന് അവൾ പലയാവർത്തി ആഗ്രഹിച്ചുവെങ്കിലും തന്നെയൊന്ന് ചേർത്ത് പിടിക്കാൻ പോലും അവിടെ തനിക്ക് വേണ്ടപ്പെട്ട ആരും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. അവളെ ഞെട്ടിച്ചുകൊണ്ട് അയാളുടെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിക്കുമ്പോൾ അസ്വസ്ഥത മാത്രമാണ് തോന്നിയത്. ആ യാത്രയെ അവൾക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു സമ്മാനിച്ച്. അയാളുടെ സാമീപ്യം പോലും ദേഷ്യമുണ്ടാക്കുമ്പോൾ ആ സ്പർശനം താങ്ങാനാവുന്നതിൽ അപ്പുറമായിരുന്നു അവൾക്ക്. SI ആനന്ദകൃഷ്ണ വെറുപ്പോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. കാഴ്ചയിൽ സുന്ദരൻ, 6 അടി പൊക്കം, ഒത്ത ശരീരം, വെളുത്ത നിറം, പോലീസ് എന്ന് തോന്നിപ്പിക്കുന്ന ക്ലീൻ ഷേവും കട്ടി മീശയും. 1 മാസം മുമ്പ് പെണ്ണ് കാണാൻ വന്നപ്പോഴാണ് അയാൾ ആദ്യമായി താൻ കാണുന്നത്. ഇഷ്ടമല്ലെന്ന് പലരോടും പറഞ്ഞു നോക്കി. പക്ഷെ ആരും കേട്ടില്ല. ആ പഴയ ഓരോ ചിന്തകളും കണ്ണുകളെ വീണ്ടും വീണ്ടും നനയിച്ചെങ്കിലും അയാൾ അതൊന്നും അറിയാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു. ഒരുമിച്ചുള്ള ആ യാത്രയിൽ പരമാവധി അയാളിൽ നിന്ന് അകന്നിരിക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും എപ്പോഴും അയാളുടെ തോളിലേക്ക് മയങ്ങി ചാഞ്ഞു പോയിരുന്നവൾ. പിന്നെ കണ്ണു തുറക്കുന്നത് അയാൾ തട്ടി വിളിക്കുമ്പോഴാണ്. ലക്ഷ്മി, ഇറങ്ങി, വീടെത്തി. ഞെട്ടിപ്പിടഞ്ഞാണ് അവൾ കണ്ണു തുറന്ന്. വാടോ, ഇതാ വീട്. അയാൾ കാറിൽ നിന്നിറങ്ങി തനിക്കായി ഡോർ തുറന്നിരുമ്പോൾ ഭയത്തോടെയും പരിഭ്രമത്തോടെയുമാണ് അവൾ ആ വലിയ വീണുമ്പിലേക്ക് കാറെടുത്തു വെച്ച്. രാരീരം ആ വീണുമ്പിൽ വലുതായി എഴുതിയിട്ടുണ്ട്. ആ മുറ്റത്ത് തങ്ങളെ സ്വീകരിക്കാൻ ഒരുപാട് പേരുണ്ട്. അതിലറിയുന്ന മുഖങ്ങൾ ചുരുക്കം ചിലതാണെങ്കിലും അയാൾക്കൊപ്പം അവളും മുന്നോട്ട് നടന്നു. അപ്പോഴേക്കും അയാളുടെ അമ്മ വിമലയും അവന്റെ പെങ്ങൾ ആരതിയും നിലവിൾക്കുമായി പുറത്തേക്ക് വന്നു കഴിഞ്ഞു. വലതുകാലം വെച്ച് കയറി വാ മോളെ, ആ അമ്മ സ്നേഹത്തോടെ പറയുമ്പോൾ അവളുടെ ഉള്ളാണ് പിടഞ്ഞത്. ഇതുപോലെ ദിവസം താൻ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നതാണ്. ഉണ്ണിയേട്ടന്റെ കൈ പിടിച്ച് ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് വിളക്ക് വാങ്ങി ഇലഞ്ഞിക്കൽ വീടിന്റെ മരുമകളായി കയറി ചെല്ലുന്നു. ഓർമ്മകൾ അവളുടെ ഉള്ളം തകർക്കുമ്പോഴും കരഞ്ഞില്ല. അവൾ പിടിച്ചു നിന്നു. വിളക്കുമായി അകത്തേക്ക് നടക്കുമ്പോൾ അവനും പിന്നാലെ ഉണ്ടായിരുന്നു. ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത വഴികളിലൂടെ നടന്ന് പൂജാമുറിയിൽ വിളക്ക് വെച്ച് നിവരുമ്പോൾ വീണ്ടും കണ്ണുകൾ തുളുമ്പി. പക്ഷെ ആ ദൈവങ്ങൾക്ക് മുമ്പിൽ കൈകൂപ്പാൻ അവൾക്ക് തോന്നിയില്ല.
ദൈവങ്ങളിലുള്ള വിശ്വാസം പോലും നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും അറിയാതെ അവളുടെ ഉള്ളിൽ നിന്നൊരു തേങ്ങൽ ഉയർന്നു പോയത് അവനും കേട്ടു. ലക്ഷ്മി, എന്തുപറ്റി? താൻ കരയാണോ? അവന്റെ കൈ തന്റെ തോളിൽ അമർന്നു. ദൈവങ്ങളോടുള്ള ദേഷ്യം അവനോട് തീർക്കാനാണ് അവൾക്ക് തോന്നിയത്. പക്ഷേ അയാൾ ഇതിൽ എന്ത് പിഴച്ചു? ആ ചോദ്യം അവളെ ശാന്തയാക്കി. വീട്ടുകാരെ പിരിഞ്ഞുള്ള സങ്കടമാണെന്ന് കള്ളം പറഞ്ഞ് അവൾ ഒഴിവാകാൻ ശ്രമിക്കുമ്പോൾ അവൾക്കൊരു ആശ്വാസം പോലെ ആരതി അവൾക്കരികിൽ എത്തിയിരുന്നു. ചേച്ചി, ഡ്രസ്സ് മാറണ്ടേ? ഡിഗ്രി പഠിക്കുന്ന അധികം നീളമില്ലാത്തൊരു സുന്ദരിക്കുട്ടിയാണ് ആരതി. ആ വസ്ത്രങ്ങളും ആഭരണങ്ങളും തനിക്ക് ഭാരമായി തോന്നിയുകൊണ്ട് അവളൊന്ന് മൂളി. ആരതി അവളെ മുകളിലെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വലിയൊരു ഇരുനില വീടാണത്. ചേച്ചി, ഇതാണ് ഏട്ടന്റെ മുറി, ഇന്നു മുതൽ ചേച്ചിയുടെയും. ആരതി പറഞ്ഞ ആ വാക്കുകൾ ആള് വീണ്ടും വേദനിപ്പിച്ചു. ഉണ്ണിയേട്ടന്റെ മുഖം വീണ്ടും മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നു. കണ്ണു നിറഞ്ഞെങ്കിലും അത് ആരതി കാണാതെ അവൾ തുടച്ചു മാറ്റി. ആരതി മുറിയിലെ ലൈറ്റുകൾ ഇട്ടു. വലിയൊരു കട്ടിലും മേശമൊക്കെയുള്ള ഭംഗിയുള്ള മുറി. ചേച്ചി, അതാണ് വാഷ്റൂം, ഡ്രസ്സെല്ലാം ആ കബോർഡിലുണ്ട്. എല്ലാം കേട്ട് അവൾ വെറുതെ തലയാട്ടിയെങ്കിലും മനസ്സപ്പോഴും മറ്റെവിടെയാണ്. സാരിയിലെ പിന്നുകളും മുടിയിലെ പൂവും മാറ്റാൻ ആരതി അവളെ സഹായിച്ചു. ആരതി തന്നെയാണ് അവളുടെ മുടിയിലെ കെട്ടുകൾ അഴിച്ചു കൊടുത്തത്. ചേച്ചിക്ക് എന്തൊരു മുടിയാ, എനിക്കിത് പണ്ടേ വളരില്ല, എന്ത് ചെയ്യാനാ? മുട്ടറ്റമുള്ള അവളുടെ നീളം മുടി നോക്കി ആരതി പറയുമ്പോൾ അവൾ വെറുതെ ഒന്ന് ചിരിച്ചു എന്ന് വരുത്തി. ഈ മാലകളെല്ലാം സാരിയിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുക, ഇതെങ്ങനെ അഴിച്ചെടുക്കും എന്ന് പറഞ്ഞ് ആരതി ആ പിന്നുകൾ ഓരോന്നായി അഴിക്കാൻ തുടങ്ങിയതും പെട്ടെന്നാണ് ആനന്ദ് അങ്ങോട്ടേക്ക് വന്ന്. അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും ലക്ഷ്മിയാണ് പകച്ചത്. വല്ലാത്തൊരു ഭയം അവളെ വന്ന് മൂടി. അവനും അവളെ ഒന്ന് പാളി നോക്കിയ ശേഷം ആരതിക്ക് നേരെ തിരിഞ്ഞു. മോളെ, നിന്നെ താഴെ അമ്മ വിളിക്കുന്നുണ്ട്. എപ്പോ? എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. ആരതി സംശയത്തോടെ ചോദിച്ചു. അത് നിന്നെ വിളിപ്പിക്കാൻ തന്നെ പറഞ്ഞാ, വേഗം ചെന്നേ. തപ്പിത്തടഞ്ഞ് ധൃതിപ്പെട്ട് അവൻ പറഞ്ഞിരുത്തുമ്പോൾ അവന്റെ ഉദ്ദേശം മനസ്സിലായതുപോലെ അവനൊന്ന് ഇരുത്തി നോക്കിയാണ് ആരതി പുറത്തേക്ക് നടന്ന്. അവൾ പോയത് ആനന്ദ് മുറിയടച്ച് കുറ്റിയിട്ടു. ആ ശബ്ദം ഒരു ഇടിനാദം പോലെയാണ് ലക്ഷ്മിയുടെ ഉള്ളിൽ പതിച്ചത്. ഭയം അവളുടെ സിരകളിൽ തണുപ്പായി പടർന്നു. നിയമപരമായി താൻ അയാളുടെ ഭാര്യയാണെന്ന സത്യം അവൾ വല്ലാതെ തളർത്തി. എന്ത് ചെയ്യണമെന്നറിയാതെ വിറക്കുന്ന കൈകൾ കോർത്തു പിടിച്ച് അവൾ തറയിലേക്ക് നോക്കി നിന്നു. അവളുടെ പരിഭ്രമം കാണും തോറും ആനന്ദിന്റെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു ഇഷ്ടം അവളോട് തോന്നുകയായിരുന്നു. അവൻ പതുക്കെ അവൾക്കടുത്തേക്ക് നടന്നു. അവൻ അടുക്കും തോറും അവൾ കൂടുതൽ തന്നിലേക്ക് തന്നെ ചുരുങ്ങിക്കൂടിയതും അവൻ കണ്ടു. അവന്റെ സാമീപ്യം അവളിൽ അസ്വസ്ഥയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാതെ അവൻ അവളിലേക്ക് കൂടുതൽ ചേർന്ന് നിന്ന് അവളുടെ മുഖം പതുക്കെ ഉയർത്തി തനിക്ക് നേരെയാക്കി. അവന്റെ വിരലുകൾ തന്റെ താടിയിൽ തൊട്ടതും അവളൊന്ന് പിടഞ്ഞുപോയിരുന്നു. ആ ആഴമേറിയ കണ്ണുകളിലേക്ക് നോക്കാൻ അവൾക്ക് കരുത്തുണ്ടായിരുന്നില്ല. കണ്ണുകൾ നിറഞ്ഞു തുളുമാൻ തുടങ്ങിയെങ്കിലും അവളത് കഷ്ടപ്പെട്ട് അടക്കി പിടിച്ചു. എന്താ? വിറക്കുന്ന ശബ്ദത്തിൽ അവൾ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. അവനൊരു പുഞ്ചിരിയോടെ മന്ത്രിച്ചുകൊണ്ട് അവൾ തന്നെ അങ്ങനെ നോക്കി നിന്നു. തന്നെ ഇങ്ങനെ ഒന്ന് അടുത്ത് കാണാൻ ഞാൻ എത്ര നാളെ കാത്തിരിക്കായിരുന്നെന്നറിയോ? അവന്റെ വാക്കുകൾക്ക് അവളിൽ മറുപടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവന്റെ സംസാരത്തിനൊപ്പം തന്റെ കവിളിൽ പതിക്കുന്ന ചൂടുള്ള നിശ്വാസം അവളിൽ വിറയലുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അത് ആനന്ദ് ശ്രദ്ധിച്ചു. പേടിയുണ്ടോ? ഒരു കുസൃതി ചിരിയോടെ അവൻ ചോദിച്ചു. അതിനും ലക്ഷ്മി മറുപടിയൊന്നും നൽകിയില്ല. പക്ഷെ അവളുടെ ഉള്ളിലെ ഭയം ആ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അവൾ പതുക്കെ തലയാട്ടി. അവനൊരു ചിരിയോടെ അല്പം പിന്നോട്ട് മാറി. പേടിയൊക്കെ നമുക്ക് രാത്രി മാറ്റിത്തരാം, തൽക്കാലം ഈ വേഷമൊന്ന് മാറ്റണ്ടേ? ഞാൻ സഹായിക്കട്ടെ ഇതൊക്കെ മാറ്റാൻ. അവളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൻ വീണ്ടും അവൾക്കടുത്തേക്ക് നീങ്ങിയതും അവൾ അറിയാതെ പിന്നോട്ട് ആഞ്ഞു. വേണ്ട, ഞാൻ ചെയ്തോളാം. അതെങ്ങനെയാണോ? ഈ പിന്നൊക്കെ താൻ തനിയെ മാറ്റി വരുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ കൂടി സഹായിക്കണം. അവൻ സ്നേഹപൂർവ്വം നിർബന്ധിച്ചുവെങ്കിലും അവൾക്ക് അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ഓരോ നോട്ടവും സ്പർശനവും തന്നിലും തന്റെ ഉണ്ണിയേട്ടനെ അകറ്റുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത്. അവൾ വീണ്ടും ഒഴിഞ്ഞു മാറി. ആ ഒഴിഞ്ഞു മാറി അല്പം അസ്വാഭാവികത തോന്നിയെങ്കിലും പുതിയൊരു വീട്ടിൽ അപരിചിതമായിരിക്കുമെന്നാണ് അവൻ കരുതിയത്. അതുകൊണ്ട് തന്നെ അവനെ ചിരിച്ചു തള്ളുകയായിരുന്നു. ശരി ശരി, സമ്മതിച്ചു. ഇതൊക്കെ എന്നാ താൻ തന്നെ ചെയ്തു. എന്നായിരുന്നു ഫ്രഷായി വരാം. അവനതും പറഞ്ഞ് കുറച്ച് മുന്നോട്ട് മാറി തന്റെ ഷർട്ടിന്റെ ബട്ടണുകൾ ഓരോന്നായി അഴിക്കാൻ തുടങ്ങിയതും ലക്ഷ്മി വീണ്ടും ഞെട്ടി. അവനത് മറ്റൊന്നും ചിന്തിച്ച് ചെയ്യുന്നതല്ലെങ്കിലും അവന്റെ ആ പ്രതീക്ഷിത പ്രവൃത്തിയിൽ അവളാകെ വിയർത്തുപോയിരുന്നു. ഉണ്ണിയേട്ടനല്ലാതെ മറ്റൊരു പുരുഷൻ തന്റെ മുന്നിൽ വെച്ച് വസ്ത്രം മാറുന്ന് അവൾക്ക് സങ്കല്പിക്കാൻ പോലും ആവുമായിരുന്നില്ല. അവൾ വേഗം മുഖം തിരിച്ചു. ആനന്ദ് ഷർട്ട് അഴിച്ച് കട്ടിലേക്കിട്ട് കബോർഡിലേക്ക് ഒരു ടവലെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. പോകുന്നതിന് മുമ്പ് അവനൊന്നുകൂടി തിരിഞ്ഞു നോക്കി. ദോ, തനിക്കുള്ള ഡ്രസ്സൊക്കെ ആ കബോർഡിലുണ്ട് കേട്ടോ, വേഗം മാറി റെഡിയാവും. തന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഇപ്പൊ വരും. അതും പറഞ്ഞ് അവനൊരു പ്രണയാർദ്രമായ നോട്ടം കൂടി അവൾക്ക് സമ്മാനിച്ച് ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു. അവൾ ആ നിശബ്ദതയിലൊന്ന് നീങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ മുഖം പൊത്തി കരയുമ്പോഴും ഇനിയുള്ള കാലം ഈ മനുഷ്യനോടൊപ്പം എങ്ങനെ റൂമിൽ കഴിച്ചു കൂട്ടിയെന്ന് അവൾക്ക് നിശ്ചയമില്ലായിരുന്നു. പുറത്തെ ശബ്ദങ്ങൾ കുറഞ്ഞു തുടങ്ങിയിരുന്നു. പക്ഷേ ലക്ഷ്മിയുടെ ഉള്ളിലെ കടൽ അപ്പോഴും ഇരമ്പുകയായിരുന്നു. എങ്കിലും അവനെത്തും മുന്നേ അവൾ തന്റെ ദേഹത്തെ ആഭരണങ്ങൾ എങ്ങനെയൊക്കെയോ വലിച്ചഴിച്ച് മാറ്റിയിരുന്നു.
കുറച്ചു സമയത്തിന് ശേഷം കുളി കഴിഞ്ഞ് അവൻ ബാത്റൂമിന്റെ വാതിൽ തുറക്കുന്നവൾ അറിഞ്ഞു. അവൾ ആ ഭാഗത്തേക്ക് വെറുതെ ഒന്ന് നോക്കിയതാണ്. അവനൊരു ടവൽ മാത്രം ചുറ്റി പുറത്തേക്ക് വരുന്നു. ആ ഒരു കാഴ്ച ലക്ഷ്മി തീരെ പ്രതീക്ഷിച്ചിരുന്നല്ല. മുടിയിൽ നിന്നിട്ട് വീഴുന്ന വെള്ളത്തുള്ളികൾ അവന്റെ വിരിഞ്ഞ നെഞ്ചിലൂടെ ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് ഓട്ടം മാറ്റിയെങ്കിലും അവനത് കണ്ടിരുന്നു. ആ നേരത്തെ അവളുടെ പരിഭ്രമം അവന്റെ ചുണ്ടിലെ ഒരു കള്ളച്ചിരിയായി വിരിഞ്ഞിരുന്നു. അവൻ പതുക്കെ അലമാര തുറന്നു. ലക്ഷ്മി കണ്ണാടിയിലൂടെ അവനിടയ്ക്ക് ശ്രദ്ധിക്കുന്നു. അവൻ അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ഒതുക്കത്തിൽ അവൾക്ക് ബുദ്ധിമുട്ട് തോന്നാത്ത വിധം അവൻ ആ ടവൽ മാറ്റി മുണ്ടെടുത്ത് വേഗം ഷർട്ടും ധരിച്ചു. ഷർട്ടിന്റെ ബട്ടണുകൾ ഇടുന്നതിനിടയിൽ അവൻ വീണ്ടും കണ്ണാടിയിലൂടെ കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന വൈദേഹിയെ. അവനൊരു കുസൃതിയോടെ പെട്ടെന്ന് തിരിഞ്ഞു. എന്താണോ താനെന്നെ ഇങ്ങനെ നോക്കി പീഡിപ്പിക്കുന്നത്? അത്രയ്ക്ക് മോശമാണോ ഞാൻ? അവനൊരു പുഞ്ചിരിയോടെ ചോദിച്ചു. അവളൊരു നിമിഷം ഒന്ന് പതറി. അല്ല, ഞാൻ ചുമ്മാ. വാക്കുകൾ കിട്ടാതെ അവൾ വിക്കി. തന്റെ പതർച്ച അയാൾ ആസ്വദിക്കുന്നുണ്ടെന്ന് അവൾക്കും തോന്നിയപ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റൽ പോലെ അവൾ വേഗം കട്ടിൽ അഴിച്ചു വെച്ചിരുന്ന തന്റെ സ്വർണ്ണാഭരണങ്ങൾ കയ്യിലെടുത്തു. ഇത് ആരുടെ കൈ കൊടുക്കണം? വിറക്കുന്ന കൈകളോടെ അവൾ അത് അവന് നേരെ നീട്ടിക്കൊണ്ട് ചോദിക്കുമ്പോൾ ആനന്ദൊരു നിമിഷം ആ സ്വർണത്തിലേക്കും പിന്നെ അവളുടെ മുഖത്തേക്കും നോക്കി. അവന്റെ ചുണ്ടിൽ നിന്ന് നേർത്ത പുഞ്ചിരി ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്റെയല്ലേ ലക്ഷ്മി? തന്റെ സാധനങ്ങൾ തന്റെ കയ്യിൽ തന്നെ ഇരുന്നാൽ മതി. അതൊക്കെ സൂക്ഷിച്ചു വെച്ചോളൂ. അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ ലക്ഷ്മിയുടെ മനസ്സിലേക്ക് അമ്മയുടെ മുഖമാണ് ഓടിയെത്തിയത്. മോള അവിടെ ചെന്ന ഉടനെ ഈ സ്വർണ്ണയിലെ ആനന്ദിനെയും അവന്റെ അമ്മയെ ഏൽപ്പിക്കണം, മറക്കരുത്. അമ്മയുടെ കർക്കശമായ സ്വരം കാതുകളിൽ മുഴങ്ങിയപ്പോൾ അവളൊന്ന് വിറച്ചു. അമ്മയുടെ വാക്കിനപ്പുറം പ്രവർത്തിക്കാൻ അവൾക്ക് ഭയമായിരുന്നു. താനിതൊന്നും സ്വപ്നം കാണുവാണോ? ആനന്ദിന്റെ ശബ്ദമാണ് അവള് വീണ്ടും ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. ആ ചോദ്യം കേട്ട് അവളൊന്ന് ഞെട്ടി. ഒന്നുമില്ല. അവൾ വേഗം മുഖം താഴ്ത്തി മന്ത്രിച്ചു. ആനന്ദ് അവിടെ പരിഭ്രമം പതുക്കിയാൻ നോക്കിയിരുന്നു. ശേഷം ഷർട്ടിന്റെ അവസാനത്തെ ബട്ടനും ഇട്ട് അവൻ പറഞ്ഞു, എന്നാ വേറെ റെഡിയായിട്ട് താഴേക്ക് വാ. തന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഇപ്പം ഇങ്ങോട്ട് എത്തും. അവൾ വെറുതെ ഒന്ന് മൂളി. എന്നാ ഞാൻ താഴേക്ക് പോട്ടെ? ഒരനുവാദത്തിനെന്ന വണ്ണം അവൻ ചോദിച്ചു. അവൾ വീണ്ടും തലയാട്ടിയതും അവനൊരു ചിരിയോടെ മുറിയിൽ നിന്നിറങ്ങി. ആ വാതിലടച്ചവും അവളുടെ ഉള്ളം വീണ്ടും നിശ്ചലമായി. അതുവരെ പിടിച്ചു വെച്ച കണ്ണുനീർ വീണ്ടും അവളെ തോൽപ്പിച്ച് പുറത്തേക്ക് ഒഴുകി തുടങ്ങി. എന്തിനാ ഉണ്ണിയേട്ട് എന്നെ ഇങ്ങനെ തനിച്ചാക്കിയത്? എനിക്ക് വയ്യ, എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അവൾ വിങ്ങിപ്പൊട്ടുമ്പോഴും താഴെ നിന്ന് കേൾക്കുന്ന ആളുകളുടെ ചിരിയും സംസാരവും അവളെ കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ചേച്ചി, അവരൊക്കെ എത്താറായി, വേഗം റെഡിയായി പോയോ? താഴെ നിന്ന് ആരോ വന്ന് തന്നോട് വിളിച്ചു പറഞ്ഞു പോകുമ്പോൾ വേഗം അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് വേഗം പോയി മുഖം കഴുകി വരുമ്പോൾ കേട്ടിരുന്നു താഴെ തന്റെ വീട്ടിൽ നിന്നുള്ളവർ വിരുന്നെത്തിയ ശബ്ദം. കരഞ്ഞു തീർക്കാൻ മാത്രം ഒന്നുമില്ലെന്ന് അവൾക്ക് തോന്നി. അല്ലെങ്കിൽ തന്നെ ഇവിടെ ആര് കാണാനാണ് തന്റെ കണ്ണീര്? അവൾ വേഗം ബാത്റൂമിൽ കയറി മുഖം കഴുകി. അലമാര തുറന്നപ്പോൾ തനിക്കായി വാങ്ങിയ പുതിയ വസ്ത്രം കൊണ്ട് ആ മണം അവളിൽ തരം അസ്വസ്ഥതയുണ്ടാക്കി. അടുക്കി വെച്ചിരുന്ന തുണികളിൽ നിന്ന് കയ്യിൽ തടഞ്ഞൊരു ചുരിദാർ എടുത്ത് അവൾ വേഗം ധരിച്ചു. ആ വലിയ ജിമിക്കുകൾ അഴിച്ചു വെച്ച് കാതിൽ അതിന്റെ മുട്ട് മാത്രം ഇട്ടു. കയ്യിൽ 2 വള. കഴുത്തിലാവൻ കിട്ടിയ ആ മഞ്ഞച്ചരട് അഴിച്ചു മാറ്റാൻ കഴിയില്ലല്ലോ എന്നോർത്തപ്പോൾ ഉള്ളിലൊരു വിങ്ങൽ അനുഭവപ്പെട്ടു. കണ്ണാടിൽ നോക്കിയപ്പോൾ നെറ്റിയിൽ പൊട്ടില്ല. എങ്കിലും അവൻ ചാർത്തിയ സിന്ദൂരം അവിടെ മായാതെ കിടപ്പുണ്ട്. ഒരു ദീർഘശ്വാസത്തോടെ അവൾ താഴേക്ക് നടന്നു. പൂമുഖത്തെ എല്ലാവരും ഉണ്ട്, അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ. എന്തൊക്കെയോ സാധനങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറക്കി വെക്കുന്ന തിരക്കിലാണ്. ഇതൊക്കെ കാണുമ്പോൾ ലക്ഷ്മിക്ക് അവരോട് വല്ലാത്ത വെറുപ്പാണ് തോന്നിയത്. ചേച്ചി, ഇതെന്താ റെഡിയായിട്ട് ഒരു ഇത്രയും നേരം എടുത്ത്? പൊട്ടുപോലും തൊട്ടില്ലേ? ആരതി ഓടി വന്ന് അവളുടെ നെറ്റിൽ ചെറിയൊരു കറുത്ത പൊട്ട് തൊട്ടുകൊടുത്തു. മനസ്സിനുള്ളിൽ ഒരു കടലിരുമ്പുമ്പോഴും മറ്റുള്ളവർക്ക് മുമ്പിൽ അവൾ ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അവൾ ആ അഭിനയത്തിൽ മടുത്തുടങ്ങിയിരുന്നു. ഇടയ്ക്കിടെ ആനന്ദ് അവിടെ അരികിൽ വന്ന് നിന്ന് മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനിടയിൽ അവൻ അവളുടെ തോളിൽ കൈ ചേർക്കുമ്പോഴൊക്കെ അവൾ പിടയും. അത് സ്നേഹമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുമായിരിക്കും. ലക്ഷ്മിക്ക് പക്ഷെ അതൊരു പൊള്ളലായിരുന്നു. എങ്ങനെയുണ്ട് മോളെ ഇവിടെ എല്ലാവരും? ആനന്ദിന്റെ അമ്മ പാവാണെന്നാ തോന്നുന്നു. നീ ഏതായാലും നോക്കിയും കണ്ടൊക്കെ നടന്നോളും കേട്ടോ. അമ്മയുടെ ഉപദേശത്തിന് മറുപടിയായി അവൾ വെറുതെ എന്ന് മോളി. എന്നൊരു 15 സ്വരത്തിൽ ചോദിച്ചു, അമ്മേ, ശാരദാമ്മ വന്നില്ലേ? ഉണ്ണിയുടെ അമ്മയുടെ പേര് കേട്ടതും ബിജമ്മയുടെ മുഖം മാറി. ഇല്ല, ഞാൻ വിളിച്ചിട്ടില്ല. കല്യാണത്തിന് കാര്യം അറിയിച്ചിരുന്നു. ഇനി ഇതിനു കൂടെ വിളിച്ച് അവരെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിന്നെ കാണിച്ചിരുന്നതിനൊക്കെ വല്ല ബുദ്ധിയും തോന്നി അവരുടെ കൂടെ ഇറങ്ങിപ്പോയാ ഞങ്ങൾ പെട്ടു. അതുകൊണ്ട് വിരുന്ന് വിളിച്ചില്ല. അമ്മയുടെ ആ മറുപടി കേട്ട് ലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞു. എങ്കിലും അവരതൊന്നും കാര്യമാക്കിയില്ല. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ഇവിടെ നിന്ന് മോങ്ങണ്ട. നിനക്ക് കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ല ബന്ധമായത്. സർക്കാർ ജോലി കണ്ടാലും നല്ല സുന്ദരൻ. പോരാത്തിന് ഈ കാണുന്ന സ്വത്തിന്റെ പകുതി അവനുള്ളതാ. നിന്റെ PG അടുത്ത വർഷം തീരും. കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിലേ അവൻ പഠിപ്പിക്കും. ഇനി നിനക്ക് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ അടങ്ങി ഒതുങ്ങി അവന്റെ പിള്ളേരെയും വളർത്തി ഈ വീട് നോക്കി ഇവിടെ തന്നെ കഴിഞ്ഞോളണം. അമ്മയുടെ ആ പരിക്കം വാക്കുകൾക്ക് മുമ്പിൽ അവളൊന്ന് വിങ്ങിപ്പൊട്ടാൻ തോന്നിയെങ്കിലും അമ്മയുടെ നോട്ടം കണ്ടപ്പോൾ അവൾ അത് കഷ്ടപ്പെട്ട് അടക്കി. അമ്മയും മോളും ഇവിടെ തന്നെ നിൽക്കായിരുന്നോ? വാ, ഭക്ഷണം കഴിക്കാം. ആനന്ദിന്റെ ശബ്ദം കേട്ട് അമ്മയൊന്ന് പതറി. തങ്ങൾ പറഞ്ഞവൻ കേട്ടോ എന്ന പേടിയായിരുന്നു അമ്മയ്ക്ക്. പക്ഷെ അവന്റെ ചിരിയിൽ നിന്നും അവനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാക്കി അമ്മയും വിളിക്കെ ചിരിച്ചു. ഞാൻ ഇവൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കായിരുന്നു മോനെ. കഴിക്കാൻ സമയിക്കുവാ.
നടക്കാം. ആരെന്ന് പറഞ്ഞപ്പോൾ അമ്മ ലക്ഷ്മിയും കൂട്ടി അവനോടൊപ്പം നടന്നു. ഡൈനിങ് ടേബിൾ അവന് തൊട്ടടുത്ത് തന്നെ അവൾ ഇരുത്താൻ അമ്മ പ്രത്യേകം ശ്രദ്ധിച്ചു. അവളുടെ ഉള്ള അസ്വസ്ഥമായിക്കൊണ്ടേയിരുന്നു. എങ്കിലും അമ്മ അതൊന്നും ശ്രദ്ധിക്കാൻ നിന്നില്ല. ഭക്ഷണം കഴിഞ്ഞ് അച്ഛനും അമ്മയും മടങ്ങി. ഓരോരുത്തരായി പടിയിറങ്ങുമ്പോൾ ലക്ഷ്മിയുടെ ഉള്ളിലെ പേടി കൂടി വന്നു. ഒടുവിൽ രാത്രിയായി. ചേച്ചി, ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? അത് കുറച്ച് കളറാക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആരതി അവളുടെ കൂട്ടുകാരൻ ചേർന്ന് ലക്ഷ്മിയെ നിർബന്ധിച്ച് സെറ്റ് സാരി ഉടുപ്പിച്ചു. മുടിയിൽ മുല്ലപ്പൂ വെച്ച് വലിയ സിന്ദൂരപ്പൊട്ട് തൊട്ടു. ഒരു നവവധുവിനെ പോലെ ഒരുക്കിയെടുത്തു എന്ന് പറയുന്നതാണ് എളുപ്പം. മോളെ, ഇതൊക്കെ എന്തിനാ? അവൾ ദയനീയമായി ചോദിച്ചെങ്കിലും ആരും അതൊന്നും കേട്ടില്ല. ആരതി തന്നെയായിരുന്നു അവളുടെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് പാലും വെച്ച് കൊടുത്ത്. ആ വീടിന്റെ അന്തരീക്ഷം അത്രയും സന്തോഷത്തിലായിരുന്നെങ്കിലും ലക്ഷ്മിയുടെ അവസ്ഥ ആരും തിരിച്ചറിഞ്ഞില്ല. മോളെ ചെല്ലി. വിമലമ്മ അവിടെ നെറുകിൽ തലോടി മുറിയിലേക്ക് അയക്കുമ്പോൾ ലക്ഷ്മിയുടെ ഹൃദയം പേടികൊണ്ട് പെരുമ്പറയൊട്ടി തുടങ്ങി. ഓരോ ചുവട് മുന്നോട്ട് വെക്കുമ്പോഴും അവൾ ആ മുറിയെ ഭയന്നുകൊണ്ടിരുന്നു. പക്ഷെ അവൾ അവിടെ എത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അടഞ്ഞുകിടക്കിയായിരുന്ന ലൈറ്റുകളുടെ സ്വിച്ചുകൾ ഭിത്തിയിൽ തപ്പിയവൾ ലൈറ്റ് ഓൺ ചെയ്തു. പ്രകാശം പരന്നതും ആ മുറിയിലെ കാഴ്ചയാണ് ലക്ഷ്മി തരിച്ചെന്ന് പോയിരുന്നു. മുറിയും കട്ടിലുമൊക്കെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. മുല്ലപ്പൂക്കളുടെ അവശ്യമായ ഗന്ധം അവൾ വീണ്ടും തളർത്താൻ തുടങ്ങി. ആ മുറിയിലെ ഓരോ ഒരുക്കവും തന്നെ പരിഹസിക്കുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത്. എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും ഏങ്ങലുകൾ പുറത്തേക്ക് വന്നു. കയ്യിലിരുന്ന പാൽ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് അവൾ ആ കട്ടിലിന്റെ ഒരു മൂലയിൽ തളർന്നിരുന്നു. കണ്ണീർ തുടച്ചു മാറ്റി ശ്വാസം നേരെയാക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പതിയെ മുന്നിലെ ജനാലക്കൽ ചെന്ന് പുറത്തേക്ക് നോക്കി നിന്നു. താഴെ മുറ്റത്ത് ആനന്ദ് നിൽക്കുന്നുണ്ട്. കൂട്ടുകാരാണെന്ന് തോന്നുന്നു. ആരോടൊക്കെയോ ചിരിച്ച് സംസാരിക്കുകയാണ്. അവൻ അത്ര സന്തോഷത്തിലാണ്. പക്ഷെ തന്റെ ലോകിരിട്ടായിരിക്കുന്നത് അവൻ അറിയുന്നില്ലല്ലോ. അവളുടെ മനസ്സ് പതിയെ ഉണ്ണിയേട്ടനിലേക്ക് ചാഞ്ഞു. ഇപ്പൊ എവിടെയായിരിക്കും ഉണ്ണിയേട്ടൻ? ആഹാരം കഴിച്ചിട്ടുണ്ടാവുമോ? തന്നെ പോലെ ഏട്ടനിന്ന് ഉറങ്ങാതെ തന്നെ ഓർത്ത് വിങ്ങുന്നുണ്ടാവില്ലേ? ഓരോ ചിന്തകളും അവളുടെ നെഞ്ചിൽ തീക്കനലായി ഇരിഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് ആ വീടാകെ ഇരുട്ടിലായത്. കറണ്ട് പോയിരിക്കുന്നു. ഇരുട്ട് വരുന്നതോടെ ലക്ഷ്മിയുടെ പേടി ഇരട്ടിച്ചു. ശ്വാസം മുട്ടുന്ന പോലെ തോന്നിയ അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് ഓടാൻ തുടങ്ങിയതും വാതിൽക്കൽ ആദ്യം ഒരു മെഴുകുതിരിയുമായി എത്തി. ചേച്ചി പേടിക്കണ്ട കേട്ടോ, കറണ്ട് പോയതാ. ഇന്നലെ മുതൽ ഇൻവെർട്ടറിന് എന്തോ കംപ്ലൈന്റ്. കുറച്ചേരം മെഴുകുതിരി വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ആരതി ആ മെഴുകുതിരി ലക്ഷ്മിയുടെ കയ്യിലേൽപ്പിച്ച് മടങ്ങുമ്പോൾ അവൾ അത് മേശപ്പുറത്ത് ഉറപ്പിച്ചു വെച്ചുകൊണ്ട് വീണ്ടും ജനാലക്കൽ ചെന്ന് നിന്നു. പുറത്തിപ്പോൾ ആരുമില്ല. ആനന്ദിന്റെ കൂട്ടുകാരെല്ലാം പോയിരിക്കുന്നു. അയാൾ അവിടെ എവിടെയെങ്കിലും നിൽപ്പുണ്ടോ എന്ന് ഒന്നുകൂടി നോക്കി ഉറപ്പുവരുത്താൻ അവൾ വീണ്ടും പുറത്തേക്ക് നോക്കിയതും അവളെ ഞെട്ടിച്ചുകൊണ്ടാണ് പിന്നിലൂടെ വന്ന രണ്ട് കൈകളോട് ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തിയത്. ആനന്ദായിരുന്നു അത്. അവന്റെ ചൂടുള്ള ശ്വാസം അവിടെ കഴുത്തിൽ പതിച്ചതും ലക്ഷ്മി ആകെ വിറച്ചുപോയി. എപ്പോ മുതൽ തന്നെ ഒന്നിങ്ങനെ തനിച്ചിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കാണെന്നറിയോ? അവൻ അവളുടെ കാതോരം മന്ത്രിച്ചു. അവന്റെ വിരലുകൾ അവളുടെ വയറിനോട് ചേർന്ന് അമർത്തിയതും അവളൊരു പിടച്ചിലോട് അവനെ തള്ളി മാറ്റിപ്പോയിരുന്നു. ലക്ഷ്മി! അവനെന്തോ പറഞ്ഞു തുടങ്ങിയതും മുറിയിൽ പ്രകാശം വന്നു. കറണ്ട് വന്നിരിക്കുന്നു. പെട്ടെന്നുണ്ടായ വെളിച്ചത്തിൽ രണ്ടുപേരും പരസ്പരം നോക്കി. ലക്ഷ്മിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് സങ്കടം കൊണ്ട് ചുവന്നിരുന്നു. ലക്ഷ്മി തന്നെ തള്ളിയതിന്റെ ആഘാതത്തിൽ ആനന്ദിന്റെ മുഖത്തെ പുഞ്ചിരിയും പതുക്കെ മാഞ്ഞു. അവന്റെ കണ്ണുകളിൽ പരിഭ്രമവും അമ്പരപ്പും നിറഞ്ഞു. ലക്ഷ്മി, ഞാൻ താനെന്തോ അബദ്ധം ചെയ്തു പോയെന്ന സംശയത്തോടെ അവൻ അവൾക്ക് മുമ്പിൽ നിൽക്കുമ്പോഴും കിതക്കിയായിരുന്നു അവൾ. എന്റെ സമ്മതിൽ എന്നെ തുടർന്ന് നിങ്ങൾക്ക് നാണമില്ലേ? എനിക്ക് ഇഷ്ടമല്ല നിങ്ങളെ. എനിക്ക് നിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ദയവ് ചെയ്ത് ഉപദ്രവിക്കല്ലേ. അവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പോലും അറിയാതെ ആനന്ദ് അവൾ തന്നെ നോക്കിന്ന് പോയിരുന്നു. അവന്റെ ഉള്ളിലെ ആവേശം ഒരു നിമിഷം കൊണ്ട് തണുത്തുറഞ്ഞു പോയി എന്ന് മാത്രമല്ല, ദേഷ്യം വന്ന് തുടങ്ങിയവന്. തന്റെ ഭാര്യയിൽ നിന്ന് ഇങ്ങനൊരു പ്രതികരണം അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എന്താണോ താൻ ഇങ്ങനെ? ഇഷ്ടപ്പെട്ടില്ല പിന്നെന്തിനാണോ താൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? അവൻ കടുപ്പത്തിൽ ചോദിച്ചു. എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. എനിക്കൊരു സമാധാനം വേണം. ആൾ മുഖം തിരിച്ചതും ആനന്ദ് പല്ലടിച്ചു. ഇനിയും താൻ അവിടെ നിന്നാൽ വേറെന്തെങ്കിലുമൊക്കെ ചെയ്തു പോയെന്ന ഭയന്ന് അവനൊന്നും വീണ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. വാതിൽ വലിച്ചടച്ചതും ആ ശബ്ദത്തിൽ ലക്ഷ്മി ഒന്ന് ഞെട്ടി. ആ നിമിഷമായിരുന്നു താൻ എന്താണ് പറഞ്ഞു പോയതെന്ന് പോലും അവൾ ചിന്തിച്ച്. ആൾ വേഗം അവന് പിറകെ മുറിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയതും താഴെ ബുള്ളറ്റ് സ്റ്റാർട്ടാവുന്ന ശബ്ദം അവൾ കേട്ടു. ആൾ തിരിഞ്ഞെന്ന് ജനലിലൂടെ താഴേക്ക് നോക്കുമ്പോൾ അവൻ ദേഷ്യത്തിൽ ബുള്ളറ്റ് ഓടിച്ച് പോകുന്നതാണ് അവൾ കണ്ടത്. പെട്ടെന്ന് ആരോ വാതിൽ മുട്ടുന്ന കേട്ട് അവൾ വേഗം ചെന്ന് വാതിൽ തുറക്കുമ്പോൾ അത് ആരതിയായിരുന്നു. ചേച്ചി, ഏണ്ണും കൂടി രാത്രി പോയത് അവനും പറഞ്ഞിരുന്നോ? പരിഭ്രമം നിറഞ്ഞ അവളുടെ ചോദ്യത്തിന് ലക്ഷ്മിക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. അത് അറിയില്ല മോളെ, ആരോ വിളിച്ചപ്പോ പോയതാ. നിങ്ങൾ തമ്മിൽ വല്ല വഴക്കുണ്ടായിരുന്നു? തന്റെ മുഖത്തേക്ക് നോക്കിയുള്ള ആരതിയുടെ അടുത്ത ചോദ്യത്തിന് അവൾ പതറിയിരുന്നു. ഇല്ല എന്ന് കള്ളം പറയാനേ അവൾക്ക് അപ്പോഴും കഴിഞ്ഞുള്ളൂ. ആ രാത്രി ഏറെയായിട്ടും അവിടെ ആരും ഉറങ്ങിയില്ല. ഉണ്ണിയേട്ടന്റെ ഓർമ്മകൾക്കൊപ്പം അയാൾ ഇങ്ങോട്ട് പോയെന്നറിയാത്ത അസ്വസ്ഥതയോടെ അവൾ ഇരുന്നു. വെളുപ്പിന് 5 മണിയോടെ ആനന്ദ് തിരിച്ചെത്തി. താഴെ അമ്മ ചോദിച്ചപ്പോൾ ഒരു കൂട്ടുകാരൻ സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണെന്ന് അവൻ നുണ പറഞ്ഞു. മുകളിലേക്ക് വരുന്ന കണ്ട് ലക്ഷ്മി വാതിൽ തുറക്കാൻ എഴുന്നേറ്റിയെന്നു.
എങ്കിലും അതിനു മുന്നേ അവൻ ആ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയിരുന്നു. അവളെ കണ്ടിട്ടും ആനന്ദ് അവളെ നോക്കൂടെ ചെയ്യാതെ ബാൽക്കണിയിലേക്ക് നടന്നു. ആടുകളെ കസേരയിലേക്ക് അവൻ കണ്ണടച്ച് ചാരി കിടക്കുമ്പോൾ അവനോട് എന്തൊക്കെയോ തുറന്ന് സംസാരിക്കണമെന്ന് ലക്ഷ്മിക്ക് തോന്നിയിരുന്നു. പക്ഷെ അവന്റെ ഗൗരവം കണ്ട് അവൾക്ക് പേടിയായി. അവളൊന്നും മിണ്ടാതെ കട്ടിൽ ചെന്നിരുന്നു. അവനെ നോക്കുമ്പോൾ അവൻ കണ്ണുകൾ ഇറുക്കിയടച്ച് ഉറക്കം നടിച്ചിരുന്നു. ആ ഇരിപ്പിൽ നിന്ന് ലക്ഷ്മി എപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു. പുലർച്ചെ ജനാലയിലൂടെ അരിച്ചെത്തിയ വെട്ടം കണ്ണുകളിൽ തട്ടിയപ്പോഴാണ് അവൾ ഞെട്ടി ഉണർന്നത്. സമയം 7 മണി കഴിഞ്ഞിരിക്കുന്നു. ഉണർന്നവാടെ അവളുടെ കണ്ണുകൾ തിരഞ്ഞത് അവനെയായിരുന്നു. പക്ഷെ രാത്രി അവനിരുന്ന ആ ബാൽക്കണി കസേര ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നു. ബാൽക്കണി വാതിൽ അടച്ചിട്ടുണ്ട്. അവൻ എഴുന്നേറ്റ് താഴേക്ക് പോയോ? ആൾക്കൊന്നും മനസ്സിലായില്ല. പതർച്ചയോടെ അവൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ചുറ്റിലും ഒന്ന് നോക്കി. മുറിയിൽ അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. മുറി അലങ്കരിച്ച പൂക്കളെല്ലാം വാടിയൊരു മണം തങ്ങി നിൽക്കുന്നു. ആൾ വേഗം മുറിയിൽ നിന്നിറങ്ങി താഴേക്ക് ഓടി. താഴെ എത്തുമ്പോൾ വിമലമ്മയും ആരതിയും അടുക്കളയിൽ തിരക്കിലായിരുന്നു. അയൽപക്കത്തെ ചില സ്ത്രീകൾ അവിടെയുണ്ട്. അവളെ കണ്ടതും അമ്മയുടെ മുഖം തെളിഞ്ഞു. ആ മോള് ഉണന്നോ? ഫ്രഷ് ആയില്ലേ? വേഗം പോയി മുഖം കഴുകുക, അമ്മ ചായ എടുക്കാം. അമ്മ സ്നേഹത്തോടെ പറയുമ്പോഴും ലക്ഷ്മിയുടെ കണ്ണുകൾ ആ മുറ്റത്തും വരാന്തയിലും ആനന്ദിനെ തിരയുകയായിരുന്നു. അവനോട് എന്ത് സംസാരിക്കണമെന്നറിയില്ലെങ്കിലും അവനവിടെ കാണാത്തത് അവളിലൊരു അസ്വസ്ഥയുണ്ടാക്കി. അവൾ തിരഞ്ഞു നടക്കാൻ തുടങ്ങിയതും ആരതി കൂടെ വന്നു. ലക്ഷ്മി പതുക്കെ ചോദിച്ചു, മോളെ നിന്റെ ഏട്ടൻ? കൊള്ളാം, അപ്പൊ ചേച്ചിയൊന്നും അറിഞ്ഞില്ലേ? ഏട്ടൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഓടാൻ പോയിട്ടുണ്ട് എന്നുള്ളതായി ഓട്ടം. പക്ഷെ സാധാരണ വരുന്ന സമയം കഴിഞ്ഞു. ഇന്ന് എന്താണെന്തോ ഇത്ര വൈകുന്നതെന്നറിയില്ല. ആരതി കുസൃതിയുടെ പുറത്തേക്ക് നോക്കിയത് പറയുമ്പോഴാണ് ലക്ഷ്മിയുടെ ഉള്ളൊന്ന് തണുത്ത്. അവൾ വീണ്ടും മുകളിലെ മുറിയിലേക്ക് നടന്നു. മേശപ്പുറത്ത് ഇന്നലെ രാത്രി താൻ കൊണ്ടുവച്ച ആ പാൽ അതേപടി ഇരിപ്പുണ്ട്. കട്ടിലെ പൂക്കൾ വാടിക്കരിഞ്ഞ് കിടക്കുന്നു. ആ കാഴ്ചകൾ അവൾക്ക് അവളുടെ ജീവിതം പോലെയാണെന്ന് തോന്നിപ്പോയി. ഒരു നെടുവീർപ്പോടെ അവൾ ആ പാൽ ഗ്ലാസ് എടുത്ത് വാഷ്റൂമിൽ ഒഴിച്ചു കളഞ്ഞു. ശേഷം മുറി വൃത്തിയാക്കാൻ തുടങ്ങി. കട്ടിലിലെ പൂക്കളെല്ലാം വാരിക്കൂട്ടി ഒരു മൂലയിലേക്ക് മാറ്റുന്നതിനിടയിലാണ് മുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം അവൾ കേട്ടത്. അവൾ പെട്ടത് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ ആനന്ദാണ്. ട്രാക്ക് സ്യൂട്ടും ജേഴ്സിയും ഇട്ട് വിയർത്ത് കുളിച്ച് നിൽക്കുകയാണ് അവൻ. അവന്റെ നെറ്റിലൂടെ വിയർപ്പ് തുള്ളികൾ ഒലിച്ചിറങ്ങുന്നുണ്ട്. ലക്ഷ്മി ഒന്ന് പതറി അവന്റെ മുഖത്തേക്ക് നോക്കിയെങ്കിലും ഇന്നലത്തെ ആ ദേഷ്യത്തിന് ഒട്ടും കുറവില്ലെന്ന് അവൾക്ക് തോന്നി. ആനന്ദ് അവളെ കണ്ട ഭാവം പോലും നടിച്ചില്ല. ഒരു നോട്ടം പോലും അവൾക്ക് നൽകാതെ കയ്യിൽ നിന്ന് മൊബൈൽ മേശപ്പുറത്ത് വെച്ച് അവൻ നേരെ ബാത്റൂമിലേക്ക് നടന്നു പോകുമ്പോൾ അവൾക്ക് അവനോട് എന്തൊക്കെയോ തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നിനും കഴിയുന്നില്ല. തളർച്ചയോടെ അവൾ ആ കട്ടിലേക്ക് വീണ്ടും ഇരുന്നു പോകുമ്പോൾ താനൊരു വലിയ കുരുക്കിലാകപ്പെട്ടു പോയി എന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ബാത്റൂമിലെ ഷവറിന് ചൂട്ടിൽ നിൽക്കുമ്പോഴും ആനന്ദിന്റെ ഉള്ളിൽ ഒരു കടൽ ഇരമ്പുകയായിരുന്നു. ഇഷ്ടമില്ലാത്ത ഒരാളെ വിവാഹം കഴിക്കാൻ ലക്ഷ്മി എന്തിനു സമ്മതിച്ചു? തന്നെ വെറുക്കുന്ന ഒരു പെൺകുട്ടിക്കൊപ്പമാണോ ഇനിയുള്ള കാലം ഞാൻ ജീവിക്കേണ്ടത്? അവന്റെ ഉള്ളിലെ ഓരോ ചോദ്യങ്ങളും അവനെ പൊള്ളിച്ചു. അവൾക്ക് മുഖം കൊടുക്കരുതെന്ന് കരുതി തന്നെയാണ് ബാത്റൂമിന് വെളിയിലേക്ക് അവൻ ഇറങ്ങിയത്. പക്ഷെ അവനെ കണ്ടതും അവൾ എന്തോ പറയാനായി വേഗം അവനടുത്തേക്ക് നടന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വിറക്കുന്ന സ്വരത്തിൽ അവൾ പറയുമ്പോൾ ആനന്ദ് തോർത്ത് കട്ടിലേക്ക് എറിഞ്ഞ് തിരിഞ്ഞു. ഇനി എന്ത് സംസാരിക്കാൻ ലക്ഷ്മി? എല്ലാം ഇന്നലെ രാത്രി തന്നെ പറഞ്ഞില്ലേ തനിക്കെന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്ന്. പിന്നെന്തിനാ ഇനി ഈ നാടകം? അവന്റെ ചോദ്യത്തിന് അവളുടെ കണ്ണുകൾ നിറയുന്നതാണ് അവൻ കണ്ടത്. അത് എൻ്റെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടായിരുന്നു. എനിക്കൊരാളെ ഇഷ്ടമാണെന്ന് ആർക്കെല്ലാം അറിയായിരുന്നു. അത് മറച്ചു വെച്ച് അവരെന്നെ കൊണ്ട് നിർബന്ധിച്ച്. അവളത് പറഞ്ഞ് എനിക്കറിയുമ്പോൾ ആനന്ദിന് ദേഷ്യമാണ് വന്ന്. അവന്റെ മുഖം വലിഞ്ഞു മുറുകി. മതി! അവൻ കൈ ഉയർത്തി അവളെ തടഞ്ഞു. നിന്റെ വീട്ടുകാരും നീയും ചേർന്ന് ചതിച്ചത് എന്റെ ഒരു കുടുംബത്തെ മൊത്താ. ഈ വീട്ടിൽ എന്റെ അമ്മയ്ക്കും അനിയത്തിക്കും മുന്നിൽ നമ്മൾ ദമ്പതികളായി തന്നെ തുടരുന്നു. നീയോ പഴയ കാമുകിനെ മനസ്സിലിട്ടൊന്നും മോങ്ങുന്നു. ഇതിനിടയിൽ ഞാനെന്ത് വേണം? അവന്റെ ആ ചോദ്യത്തിന് അവൾക്ക് മറുപടിയില്ലായിരുന്നു. സോറി. ഗദ്ഗതങ്ങൾക്കിടയിൽ അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിക്കുമ്പോൾ കയ്യിൽ കിട്ടിയ ഗ്ലാസ് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അവൻ തന്നെ പ്രതിഷേധം അറിയിച്ച്. ഇനി നിന്നാൽ താൻ ഇതിൽ കൂടുതൽ പ്രതികരിച്ചു പോയെന്ന് ഭയന്ന് കയ്യിൽ കിട്ടിയ ഷർട്ട് മുണ്ടെടുത്ത് ആ മുറിയിൽ നിന്ന് അവൻ ഇറങ്ങുമ്പോൾ മുഖം പൊത്തി കരയാനേ അവൾക്കും ആയുള്ളൂ. കുറെ നേരം അവൾ അങ്ങനെ കരഞ്ഞു. പക്ഷെ ഇനി കരഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം. അതുകൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ച് വേഗം ഒന്ന് കുളിച്ചു. അലമാരയിൽ കണ്ട ഒരു ചുരിദാർ എടുത്ത് ധരിച്ച് താഴേക്ക് വേഗം ഇറങ്ങി ചെല്ലുമ്പോൾ ബുള്ളറ്റും എടുത്ത് അവൻ മുറ്റത്ത് നിന്ന് പോകുന്നതാണ് അവൾ കണ്ടത്. ഇയാൾ എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് ആരോടെങ്കിലും ചോദിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവരെന്ത് വിചാരിക്കുമെന്നോർത്ത് അവൾ മടിച്ചു നിന്നു. ആ മോള് വന്നു, വാ നമുക്ക് ആഹാരം കഴിക്കാം. താൻ താഴേക്ക് വന്നു കണ്ട് വിമലമ്മ സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിക്കുമ്പോൾ ആ അമ്മയോട് വല്ലാത്തൊരു സ്നേഹം അവൾക്ക് തോന്നിയിരുന്നു. ഒരു പാവ അമ്മയാണ് അവരെന്ന് വിവാഹത്തിന് മുമ്പേ കേട്ടിരിക്കുന്നു. ഈ മക്കളുടെ ചെറുപ്പത്തിലെ അമ്മയുടെ ഭർത്താവ് മരിച്ചതാണെന്ന്. പിന്നീട് തുണി തുന്നിയും പശുക്കളെ വളർത്തിയുമൊക്കെയാണ് അവർ ഈ മക്കളെ വളർത്തിയത്. ആനന്ദ് പഠിക്കാൻ മിടുക്കനായിരുന്നുവെന്നും അന്ന് ബ്രോക്കർ പറഞ്ഞു കിട്ടിയിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് PSC എഴുതിയെടുത്താണ് ഈ പോലീസ് ജോലി. ഈ കാണുന്ന വലിയ വീട് നിർമ്മിച്ച ആനന്ദ് തന്നെയാണെന്ന് അന്ന് ആരൊക്കെയോ പറഞ്ഞു കേട്ടിരുന്നു.
ചേച്ചി ഇതെന്താ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്നത്? വന്നിരിക്കും. ആരതി അവളെ പിടിച്ച് ഡൈനിങ് ടേബിൾ മുമ്പിലെ കസേരയിൽ ഇരുത്തി. അമ്മ ചൂടുള്ള ദോശയും ചമ്മന്തിയും ലക്ഷ്മിയുടെ പ്ലേറ്റിലേക്ക് വിളമ്പി. മോളോട് ആനന്ദ് പറഞ്ഞില്ലേ അവൻ്റെ ഒരു കൂട്ടുകാരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന്? അവൻ രാവിലെ വിളിച്ചു. അവനെ കാണാൻ പോയതാ. വേഗം അവനിങ്ങ് വരും. നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ മോൾ റെഡിയായി നിന്നു. ആ അമ്മ പറയുമ്പോൾ ആൾ വെറുതെ ഒന്ന് മൂളിയതിന്. ആരം കഴിഞ്ഞ് ആരതി ലക്ഷ്മിയും കൂട്ടി പുറത്തെ പറമ്പിലേക്ക് ഇറങ്ങി. ചേച്ചിക്കറിയോ, ഇതൊരു പഴയ തറവാടാ, അമ്മയുടെ കുടുംബം. ഞങ്ങളുടെ അച്ഛൻ മരിച്ചുകൊണ്ട് തറവാട് വീട് അമ്മയ്ക്കാ കിട്ടിയത്. ചേച്ചി വന്നേ, ഇവിടെ കുളമൊക്കെയുണ്ട്. അവൾ ലക്ഷ്മിയും കൂട്ടി വീടിന്റെ വലതുഭാഗത്തേക്ക് നടന്നു. അവിടെ മനോഹരമായ ഒരു പടിപ്പുര. അത് തുറന്ന് മുന്നോട്ട് നടന്നപ്പോൾ നല്ല പച്ചവെള്ളമുള്ള വലിയൊരു കുളം കണ്ടു. ഇവിടെ ആഴം കുറവേ ചേച്ചി, ഞങ്ങളൊക്കെ ഇവിടെയാണ് നീന്തി പഠിച്ച്. ചേച്ചിക്ക് നീന്താൻ അറിയോ? ഇല്ല മോളെ, ലക്ഷ്മി മെല്ലെ പറഞ്ഞു. അതൊന്നും സാരില്ല, ഏട്ടനോട് പറഞ്ഞാൽ മതി, ഏട്ടൻ ചേച്ചിയെ നീന്തി പഠിപ്പിക്കും. എന്നെയും ശരണിയൊക്കെ ഏട്ടനാ പഠിപ്പിച്ചേ. ആരതി ആവേശത്തോടെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ലക്ഷ്മി എല്ലാം വെറുതെ കേട്ടിരുന്നു. എന്റെ ഏട്ടൻ അങ്ങനെ ആരെയും പ്രേമിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞങ്ങളെല്ലാവരും കൂടി ശരണ്യയുടെ ചേച്ചി ശിവാനിയെ കൊണ്ട് ഏട്ടനെ കെട്ടിക്കാൻ പ്ലാൻ ഇട്ടതായിരുന്നു. അച്ഛൻ്റെ അനിയത്തിയുടെ മക്കളായവർ രണ്ടും. പക്ഷെ ഏട്ടന് ആ ചേച്ചി അങ്ങനെ കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ആ സമയത്താ ഏട്ടനെ എവിടെയോ വെച്ച് ചേച്ചി ആദ്യമായിട്ട് കാണുന്നത്. അന്ന് മുതൽ ഏട്ടൻ ചേച്ചിയെ തേടി നടക്കാത്ത സ്ഥലങ്ങളില്ല. അന്ന് ചേച്ചിയെ കണ്ടപ്പോൾ ചേച്ചി കോളേജ് യൂണിഫോമിലായിരുന്നു. ആ തുമ്പി പിടിച്ച് ആ യൂണിഫോം ഏത് കോളേജിലാണെന്ന് ഏട്ടൻ കണ്ടുപിടിച്ച് അവസാനം ചേച്ചിയാണെന്ന് കരുതി ഏട്ടൻ ചേച്ചിയുടെ ഏതൊരു ബന്ധുവിനെ പെണ്ണാണാൻ പോയി. പെണ്ണ് ചായയായിട്ട് മുന്നിൽ വന്നപ്പോഴല്ലേ ആള് മാറിയെന്ന് മനസ്സിലായത്. അവിടെ നിന്നും പെണ്ണിനെ ഇഷ്ടമായില്ലെന്ന് എങ്ങനെയൊക്കെയോ പറഞ്ഞ് തടി തപ്പി ഇറങ്ങുന്ന കൂട്ടത്തിലാ ഏട്ടൻ ആ ബ്രോക്കറോട് ചേച്ചിയുടെ കോളേജിന്റെ പേര് പറഞ്ഞു. അവിടെ പഠിക്കുന്ന കുട്ടിയുടെ കാര്യമാണ് താൻ ഉദ്ദേശിച്ചെന്ന് പറയുമ്പോഴാ അവർക്ക് ആളെ പിടികിട്ടിയത്. അങ്ങനെയാ കറങ്ങി തിരിഞ്ഞ ഏട്ടൻ ചേച്ചിയുടെ വീട്ടിൽ വരെ എത്തിയത്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഏട്ടൻ അങ്ങനെ ആരെയും പ്രണയിച്ചിട്ടില്ലെന്ന്. പക്ഷെ ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാവൻ്റെ ഏട്ടൻ, സങ്കടപ്പെടുത്തല്ലേ കേട്ടോ. ആരതി അവളുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞു നിർത്തപ്പോൾ അവൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഒരു നിമിഷം ലക്ഷ്മി ശീലകണക്കിന് നിന്നുപോയി. തന്നെ കണ്ടുപിടിക്കാൻ ആനന്ദ് ഇത്രയേറെ അറിഞ്ഞിരുന്നോ? വെറുമൊരു യുവാലോചനക്കപ്പുറം തനിക്കായി അയാൾ ഇത്രയൊക്കെ ചെയ്തു എന്നത് അവളിൽ അത്ഭുതം നിറച്ചു. താൻ പ്രാണനെ പോലെ സ്നേഹിച്ച ഉണ്ണിയേട്ടൻ പോലും വീട്ടുകാരുടെ എതിർപ്പിന് മുമ്പിൽ നിശബ്ദനായപ്പോൾ തന്നെ സ്വന്തമാക്കാൻ ഒരാൾ ഇത്രയേറെ ആഗ്രഹിച്ചിരുന്നു എന്ന സത്യം അവളുടെ ഉള്ളിൽ അകൽച്ചയുടെ കാഠിന്യം കുറച്ചു. എങ്കിലും ഉണ്ണിയേട്ടനോടുള്ള പ്രണയം ഒരു നീറ്റിലായി അപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു. നേരം ഇരുട്ടി തുടങ്ങിയിട്ടും രാവിലെ പോയ ആനന്ദ് മടങ്ങി വന്നില്ല. സമയം വൈകുന്തോറും വിമലമ്മയുടെ മുഖത്ത് വേവരാതി നിറയുന്നുണ്ടായിരുന്നു. ഈ ചെക്കന് ഇത് എവിടെ പോയി കിടക്കുക? ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. അമ്മയിടക്കിടെ വരാതിൽ ചെന്നിരുന്നുകൊണ്ടിരുന്നു. ആരതിയും ലക്ഷ്മിയുടെ അരികിൽ വന്നിരുന്നു. ചേച്ചി പേടിക്കണ്ട, ഏതെന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും, ചേച്ചി വിഷമിക്കാതെ. തങ്ങൾക്കിടയിൽ നടന്ന എന്തെന്നറിയാതെയുള്ള ആ വാക്കുകൾ ലക്ഷ്മിയെ കൂടുതൽ കുറ്റബോധത്തിലാഴ്ത്തി. അവസാനം രാത്രി 8 മണിയോടടുത്ത് ആനന്ദ് വീട്ടിൽ തിരിച്ചെത്തി. ഗേറ്റ് ഇറന്ന് ആനന്ദ് വരുന്ന കണ്ടപ്പോൾ അവിടെയുള്ളവർക്കെല്ലാം ആശ്വാസമായെങ്കിലും അവന് നടത്തത്തിലെ പതർച്ച വിമലമ്മയെ തിരിച്ചറിഞ്ഞു. അവൻ ഉമ്മറത്തെത്തിയപ്പോൾ വല്ലാത്തൊരു മദ്യത്തിന്റെ ഗന്ധാവലിയിൽ നിന്ന് വമിച്ചു. വിമലമ്മ അവനൊന്ന് കടുപ്പിച്ച് നോക്കി. ആനന്ദ്, നീ ഇത് എവിടെയായിരുന്നു? അമ്മയുടെ ചോദ്യത്തിന് അവനൊന്നും മിണ്ടിയില്ല. അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയാതെ അവൻ മുഖം താഴ്ത്തി വേഗം മുകളിലേക്ക് നടക്കുമ്പോൾ ഈ ചെക്കന് ഇത് എന്തു പറ്റിയെന്ന് ആദ്യയോട് ഓർത്തു ആ അമ്മ. അവൻ മുറിയിലെത്തുമ്പോൾ ലക്ഷ്മി കട്ടിലിരിക്കുകയായിരുന്നു. വാതിൽ തുറന്ന അകത്തേക്ക് വന്ന ആനന്ദിനെ കണ്ടതും അവൾ അറിയാതെ എഴുന്നേറ്റ് പോയി. അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. മുടിയിഴകൾ പാറിപ്പറന്ന് കിടക്കുന്നു. അവൻ കുടിച്ചിട്ടുണ്ടെന്ന് അവൾക്കും മനസ്സിലായി. എന്തെല്ലാമൊക്കെയോ പറയണമെന്ന് കരുതി അവൾ അവനടുത്തേക്ക് നീങ്ങിയതും അവൻ കൈ ഉയർത്തി അവളെ തടഞ്ഞു. വേണ്ട, ഇരുന്നോ, ഇപ്പൊ ഒന്നും പറയണ്ട, എനിക്കൊന്നും മനസ്സിലാവില്ല. അവന്റെ ശബ്ദമല്ലാതെ ഇടറിയിരുന്നു. അവളെ നോക്കുപോലും ചെയ്യാതെ അവൻ നേരെ ബാൽക്കണിയിലേക്ക് നടന്നു. അവിടെയുള്ള ഒരു പഴയ കസേരയിലേക്ക് ചെന്നിരുന്നു. പുറത്തിരുട്ടിലേക്ക് നോക്കി. ലക്ഷ്മി അവനെ നോക്കി ആ വാതിൽക്കൽ തന്നെ നിന്നു. താൻ തകർത്തത് ഒരു മനുഷ്യന്റെ അഭിമാനവും വിശ്വാസമാണെന്ന് അവൾക്കറിയാമായിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ അവന്റെ തല പതുക്കെ കസേരയ്ക്ക് പിന്നിലേക്ക് ചായുന്ന് അവൾ കണ്ടു. വല്ലാത്തൊരു തളർച്ചയോടെ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. രാത്രി ഏറിയിരുന്നു. പുറത്തു നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ബാൽക്കണിയിൽ ഷർട്ടില്ലാതിരിക്കുന്ന അവന് ആ തണുപ്പ് സഹിക്കാൻ കഴിയില്ലെന്ന് ലക്ഷ്മിക്ക് തോന്നി. അവൾ പതുക്കെ അലമാരയിൽ നിന്നൊരു പുതപ്പെടുത്ത് അവന്റെ അടുത്തേക്ക് നടന്നു. വളരെ സാവധാനം അവനെ ഉണർത്താതെ അവൾ ആ പുതപ്പ് അവന്റെ ശരീരത്തിന് ചുറ്റും പുതപ്പിക്കുമ്പോൾ പാതിബോധത്തിൽ അവൻ അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ലക്ഷ്മി ഒന്ന് ഞെട്ടിപ്പോയി. അവൾ തന്റെ കൈ ഒടിക്കാൻ ശ്രമിച്ചെങ്കിലും ആനന്ദിന്റെ പിടി മുറുകയല്ലാതെ അയഞ്ഞില്ല. ഒരു നിമിഷം കൊണ്ട് അവൻ അവളെ തന്നെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. ആ നെഞ്ചിന്റെ ചൂടിലേക്ക് വീഴുമ്പോൾ ലക്ഷ്മിയുടെ ഹൃദയം പടപടാൻ മിടിച്ചു. എന്തിനാ എന്നെ ഇങ്ങനെ ഒരു കോമാളിയാക്കിയത്? അവന്റെ ശബ്ദമല്ലാതെ ഇടറിയിരുന്നു. അടഞ്ഞ കണ്ണുകൾക്കിടയിലൂടെ ഒരു തുള്ളി കണ്ണുനീർ അവന്റെ കവിളിലൂടെ ഒലിച്ചിറങ്ങുന്ന അവൾ കണ്ടു. ഒരൊറ്റ വാക്ക് എന്നോട് നേരത്തെ നിനക്ക് പറയരുതായിരുന്നു. എങ്കിൽ ഞാൻ നിന്നെ സഹായിക്കായിരുന്നല്ലോ ലക്ഷ്മി.
എന്തിനാ എല്ലാവരുടെയും മുമ്പിൽ എന്നെ ഇങ്ങനെ നാണം കെടുത്തിയത്? ഉറക്കത്തിനുണർവിനിടയിലുള്ള ഏതോ ഒരവസ്ഥയിൽ ആനന്ദ് തന്നെ സങ്കടം പറഞ്ഞു പോകുമ്പോൾ ആൾക്കും സങ്കടം സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തന്നെ ഉപദ്രവിക്കുമെന്നും അധികാരത്തോടെ പെരുമാറുമെന്നും കരുതിയ ആ പോലീസുകാരൻ തനിക്ക് മുന്നിൽ അങ്ങനെ ചെറുതാവുന്ന അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ കഷ്ടപ്പെട്ട് അവന്റെ പിടിയുടിവിച്ചു. തന്റെ കൈകളിൽ അവന്റെ വിരലുകളുടെ പാടപ്പോഴും തെളിഞ്ഞു നിന്നു. കിതച്ചുകൊണ്ട് അവൾ മുറിയിലേക്ക് നടന്നു. വാതിൽക്കിലേക്ക് എത്തി നോക്കിയപ്പോൾ അവളും തിരിഞ്ഞു നോക്കി. ആനന്ദ് അപ്പോഴും അതേ കിടപ്പ് തുടരുകയാണ്. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ നിയന്ത്രണമില്ലാതെ ഒഴുകി. ഈ കണ്ണീർ ഉണ്ണിയേട്ടനെ നഷ്ടപ്പെട്ടിട്ടുള്ള സങ്കടമാണോ, അതോ നിരപരാധിയായ ഒരു മനുഷ്യനെ ഇത്രയേറെ വേദനിപ്പിച്ചിട്ടുള്ള കുറ്റബോധമാണോ എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ തന്റെ ലോകം പഴയതുപോലെ ആവില്ലെന്ന് അവൾക്ക് ഉറപ്പായി. ആ രാത്രി ആദ്യമായി അവൾ തന്റെ കഴുത്തിലെ മഞ്ഞച്ചരടിൽ തൊട്ടു നോക്കി. അത് വെറും ഒരു ചരടിലെന്നും ഒരു മനുഷ്യന്റെ വിശ്വാസമാണെന്നും ലക്ഷ്മി പതുക്കെ തിരിച്ചറിയുകയായിരുന്നു. തലേ ദിവസത്തെ സംഭവങ്ങളുള്ളിൽ ഒരു ഭാരം പോലെ അവശേഷിച്ചുകൊണ്ട് ലക്ഷ്മി നേരത്തെ തന്നെ ഉണർന്നു. ബാൽക്കണിയിലേക്കൊന്ന് പാളി നോക്കിയപ്പോൾ ആനന്ദ് അവിടെ തന്നെയുണ്ട്. പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി ഉറങ്ങുന്ന അവനെ ശല്യം ചെയ്യാതെ അവൾ വേഗം കുളിച്ച് താഴേക്ക് ചെന്നു. അടുക്കളയിൽ വിമലമ്മ തിരക്കിലായിരുന്നു. പുട്ടും മുട്ടക്കറിയാണെന്ന് ബ്രേക്ക്ഫാസ്റ്റ്. ലക്ഷ്മി ഒന്നും മിണ്ടാതെ അമ്മയെ സഹായിക്കാൻ കൂടി. തേങ്ങ ചിരവുന്നതിനും പാത്രങ്ങൾ കഴുകുന്നതിനും അവൾ മുന്നിൽ നിന്നപ്പോൾ ആ അമ്മയുടെ മുഖത്തൊരു സന്തോഷം തെളിഞ്ഞു. ഭക്ഷണമെല്ലാം റെഡിയാക്കി ടേബിൾ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ആനന്ദ് ഇറങ്ങി വന്നു. ഒരു ജീൻസും ഷർട്ടുമാണ് വേഷം. മുഖത്ത് അപ്പോഴും ഒരു ഗൗരവം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. നീ ഇന്നും എങ്ങോട്ടാടാ? വിമലമ്മ അവനെ തടഞ്ഞിർത്തി ചോദിച്ചു. അത് ആ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. ആർക്കും മുഖം കൊടുക്കാവും മറുപടി പറയുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നു. അങ്ങനെയാണെങ്കിൽ മോളെ കൂടി കൂടെ കൂട്ടിക്കോ. അവളിവിടെ തനിച്ചിരുന്ന് എന്ത് ചെയ്യാനാ? പുറത്തെ കാഴ്ചകളൊക്കെ അവളൊന്ന് കണ്ടുവരട്ടെ, അമ്മ നിർബന്ധിച്ചു. അത് വേണ്ടമ്മേ, ഞാൻ പോയി വേഗം വരാം. ആനന്ദ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. എന്താ പറ്റാത്ത? കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമായില്ലേ? നിങ്ങൾ രണ്ടൊന്ന് പുറത്തു പോയിട്ട് വന്നാൽ ആർക്കാ നഷ്ടം? മോള് ചെല്ലി വേഗം പോയി റെഡിയാവും. അമ്മയ്ക്ക് വിടാൻ ഭാവമില്ലായിരുന്നു. ആനന്ദ് പതുക്കെ തലതിരിച്ച് ലക്ഷ്മിയെ നോക്കി. അവന്റെ ആ നോട്ടത്തിൽ ഒരുതരം അവഗണനയും ദേഷ്യവും ഉണ്ടായിരുന്നു. നീ വരുന്നുണ്ടപ്പോ? വളരെ കടുപ്പത്തിൽ താല്പര്യമില്ലാത്ത മട്ടിൽ അവൻ ചോദിച്ചു നിർത്തുമ്പോൾ പെട്ടെന്നായിരുന്നു അവളുടെ മറുപടി. വരുന്നു. പ്രതീക്ഷിക്കാതെ മറുപടി കേട്ട് ആനന്ദ് ഞെട്ടി. ആൾ വേണ്ടെന്ന് പറയുമെന്നാണ് അവൻ കരുതിയത്. എന്നാ വേറെ റെഡിയായി വാ. അതും പറഞ്ഞ് അവൻ പുറത്തെ വരാന്തയിലേക്ക് നടന്നു. ലക്ഷ്മി വേഗം മുകളിൽ പോയി ചുരിദാർ എടുത്തിട്ട് ഇറങ്ങി വന്നു. അമ്മ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചെങ്കിലും വഴിയിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ് ആനന്ദ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ലക്ഷ്മി ഒന്നും മിണ്ടാതെ അവനൊപ്പം പുറത്തേക്ക് ഇറങ്ങി. ബൈക്കിനരികിലെത്തിയപ്പോൾ അവൾ അതിൽ കയറാനൊന്ന് മടിച്ചു നിന്നു. ഉണ്ണിയേട്ടന്റെ ബൈക്കിന് പിന്നിൽ കയറിപ്പോയ ഓർമ്മകൾ അവളിലൊരു മിന്നൽ പോലെ കടന്നു കയറി. അവളുടെ നിൽപ്പ് കണ്ട് ആനന്ദിന് ദേഷ്യം കൂടി. കയറുന്നുണ്ടെങ്കിൽ വേഗം കയറ്, വെറുതെ സമയം കളയാതെ, അവൻ ഗർജിച്ചു. ലക്ഷ്മി പേടിയോടെ പെട്ടെന്ന് ബൈക്കിന്റെ പിന്നിൽ കയറിയിരുന്നു. എങ്കിലും അവൾ പരമാവധി അവനിൽ നിന്ന് അകന്നു മാറിയാണ് ഇരുന്നത്. ആ അകലം ആനന്ദിന്റെ ഉള്ളിൽ ഒരു പരിഹാസച്ചിരി നിറച്ചു. അവൻ പെട്ടെന്ന് ബൈക്ക് മുന്നോട്ടെടുത്തു. ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞാണ് ഇറങ്ങിയതെങ്കിലും സത്യത്തിൽ ആനന്ദിനെ എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലായിരുന്നു. മനസ്സിലെ അസ്വസ്ഥത മാറ്റാൻ വെറുതെ ഒന്ന് കറങ്ങാനായിരുന്നു അവൻ ഇറങ്ങിയത്. കൂടെ ലക്ഷ്മി വന്നോടെ അവൻ പതുക്കെ നഗരത്തിരക്കിൽ നിന്ന് മാറി ബീച്ചിനടുത്തേക്ക് ബൈക്ക് തിരിച്ചു. ഉച്ച സമയമായതുകൊണ്ട് ബീച്ചിൽ നല്ല വെയിലായിരുന്നു. വിജനമായ ആ തീരത്ത് അല്പകലെയുള്ള ഒരു വലിയ മരത്തിന് താഴെ സിമെന്റ് ബെഞ്ച് കണ്ട് അവർ അങ്ങോട്ടേക്ക് നടന്നു. ഒന്നും മിണ്ടാതെ അവൻ ആ ബെഞ്ചിലേക്ക് ചെന്നിരിക്കുമ്പോൾ ലക്ഷ്മിയും പതുക്കെ നടന്ന് ആ ബെഞ്ചിന്റെ അങ്ങേയറ്റത്ത് അവളിൽ നിന്ന് കുറേയേറെ അകലം പാലിച്ചുകൊണ്ടിരുന്നു. രണ്ടുപേർക്കുമിടയിൽ കടലിന്റെ ഇരമ്പലും കനത്ത മൗനവും മാത്രം ബാക്കിയായി. കടൽക്കാറ്റിനപ്പോൾ വല്ലാത്തൊരു തണുപ്പാണെന്ന് അവൾക്ക് തോന്നി. അവനോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ എവിടെ തുടങ്ങുമെന്നറിയില്ല. എങ്കിലും അവൾ അവനെ നോക്കി ദൂരേക്ക് കണ്ണു നട്ടിരിക്കുന്നവനോട് പറഞ്ഞു തുടങ്ങി. ഉണ്ണി എന്നായിരുന്നു ആളുടെ പേര്. അവൾ മെല്ലെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആനന്ദ് അവളെ ഒന്ന് പാളി നോക്കി. ആരുടെ? കളിപ്പും പരിഹാസവും കലർന്നതായിരുന്നു അവന്റെ ചോദ്യം. ആ ആളുടെ. ആൾ പതറിക്കൊണ്ട് പറഞ്ഞു. ഓ, നിന്റെ കാമുകന്റെയോ? ഞാൻ ചോദിച്ചില്ലല്ലോ. അവന്റെ പേരും ചാതുന്നു. അവൻ പുച്ഛത്തോടെ മുഖം തിരിക്കുമ്പോൾ അവൾ നിർത്താതെ തുടർന്നു. ചോദിക്കും മുന്നേ പറഞ്ഞ എന്നേക്കാൾ 2 വയസ്സിന് മൂത്തായിരുന്നു കക്ഷി. കോളേജിൽ സീനിയറായിരുന്നു, എൻ്റെ അയൽക്കാരനും. പക്ഷേ ചെറുപ്പത്തിലൊന്നും ഞങ്ങൾ തമ്മിൽ മിണ്ടിയിട്ടില്ല. നാട്ടിലെ പിള്ളേരുടെ കൂടെ കളിക്കാൻ പോലും അമ്മ എന്നെ വിടില്ലായിരുന്നു. അങ്ങനെ വളർന്നുകൊണ്ട് നാട്ടിലെനിക്ക് കൂട്ടുകാരും കുറവായിരുന്നു. +2 വരെ ആർക്കും എന്നോട് പ്രണയം തോന്നിയിട്ടില്ല. എൻ്റെ സൗന്ദര്യം കുറവായതുകൊണ്ടാണ് ആരും വരാത്തെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അവൾ അത് പറഞ്ഞിർത്തുമ്പോൾ ആനന്ദിന്റെ ചുണ്ടിൽ നേർത്ത പരിഹാസച്ചിരി വിരിഞ്ഞു. അവൾ തുറന്നു. അങ്ങനെ ഇരിക്കാണ് ഡിഗ്രി ആയത്. ഉണ്ണിയേട്ടൻ അവിടെ ലാസ്റ്റ് ഇയർ ആയിരുന്നു. കണ്ട് ചിരിച്ചു തുടങ്ങി ഇഷ്ടമാണെന്ന് ആദ്യം പറഞ്ഞ ഉണ്ണിയേട്ടനായിരുന്നു. എനിക്ക് പക്ഷെ അന്നൊന്നും അതിന് തിരിച്ച് മറുപടി അറിയാൻ കഴിഞ്ഞില്ല. അതെന്താ, നിനക്ക് അവനെ ഇഷ്ടമായിരുന്നില്ല അന്ന്? ആനന്ദ് ഇടക്കേറി ചോദിച്ചു. അറിയില്ല, പക്ഷെ പറഞ്ഞില്ല. അതിന് 3 വർഷം കഴിഞ്ഞു. ഉണ്ണിയേട്ടൻ ഡിഗ്രി കഴിഞ്ഞ് PG എടുത്തു. കോളേജിൽ അവസാന ദിവസം എൻ്റെ കൂട്ടുകാരികളായിരുന്നു എന്നെ കൊണ്ടത് പറയിച്ചു. ഏട്ടനെ ഇഷ്ടമാണെന്ന്.
പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ നാടുകളായിരുന്നു. അടുത്ത് കാണാൻ പറ്റില്ലെങ്കിലും വീടിന് മുന്നിലൂടെ ബൈക്കിൽ പോകുമ്പോൾ ആ ശബ്ദം കേട്ട് ഞാൻ പുറത്തിറങ്ങി നിൽക്കും. അതായിരുന്നു ഞങ്ങളുടെ പ്രണയ നിമിഷങ്ങൾ. അങ്ങനെ എനിക്ക് ഒരിക്കലും സിനിമക്ക് പോകാൻ ഏട്ടൻ നിർബന്ധിച്ചു. കോളേജ് കട്ട് ചെയ്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ, പക്ഷേ കേട്ടില്ല. നിർബന്ധിച്ച് ബൈക്കിൽ പിടിച്ച് കയറ്റി പോകുന്ന വഴി തിയേറ്ററിൽ എത്തും മുന്നേ അച്ഛൻ കണ്ടു. ബൈക്കിൽ നിന്ന് തന്നെ പിടിച്ചിറക്കി വീട്ടിൽ കൊണ്ടുപോയി. അന്ന് അമ്മയുടെ വക പൊരിഞ്ഞ അടിയായിരുന്നു. ആ അടിയൊക്കെ കൊണ്ടിട്ടും ഞാൻ ഉണ്ണിയേട്ടനെ കെട്ടുമെന്ന് വാശി പിടിച്ചു. പൈസയുടെ കാര്യത്തിലും ജാതിയുടെ കാര്യത്തിലും ഞങ്ങൾ 2 തട്ടിലായിരുന്നു. വീട്ടിൽ തന്നെ പൂട്ടിയിട്ടു. ആ സമയത്താണ് നിങ്ങളുടെ ആലോചന വന്നത്. പിന്നെ ഒന്നും നോക്കാതെ എൻ്റെ വീട്ടുകാരത് ഉറപ്പിച്ചു. ഇതൊക്കെ അവിടുത്തെ അമ്മയോട് പറയണമെന്ന് പലതവണ കരുതിയതാ. പക്ഷെ എൻ്റെ അമ്മ സമ്മതിച്ചില്ല. അവിടുത്തെ അമ്മ വരുമ്പോഴൊക്കെ എൻ്റെ അമ്മേൻ്റെ അടുത്ത് കാവൽ നിൽക്കും. അന്ന് വന്ന് കണ്ടതല്ലാതെ പിന്നീട് ആനന്ദേട്ടനും പിന്നെ എന്നെ വന്നൊന്നും കണ്ടിട്ടില്ലല്ലോ. പറഞ്ഞു വന്ന കൂട്ടത്തിൽ അവൻ എന്ത് വിളിക്കണമെന്ന് അറിയാവുന്ന പതറിയത് അവൻ ശ്രദ്ധിച്ചു. ഏട്ടൻ വിളിക്കുമ്പോഴൊക്കെ അമ്മ അടുത്ത് നിൽക്കും. അതൊന്നും തുറന്നു പറയാൻ പറ്റാഞ്ഞത്. ലക്ഷ്മി പറഞ്ഞു നിർത്തി. ഒരു ദീർഘനിശ്വാസം എടുക്കുമ്പോൾ ആനന്ദ് അവളെ രൂക്ഷമായി നോക്കി. എന്നിട്ട് നീ ഉണ്ണിയോടൊക്കെ പറഞ്ഞില്ലേ നിന്നെ നിർബന്ധിച്ച് പോകാൻ കഴിപ്പിക്കുകയാണെന്ന്? ഞാൻ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി ഉണ്ണിയേൻ്റെ അടുത്ത് പോയിരുന്നു. എല്ലാം പറഞ്ഞു. പക്ഷെ ഏട്ടനെ തിരിച്ചയച്ചു. ഏട്ടനിപ്പോൾ ജോലിയില്ലെന്നും ഒരു 2 വർഷം നീ എങ്ങനെയെങ്കിലും പിടിച്ചേക്കാനും പറഞ്ഞു. ഫസ്റ്റ് കാമുകൻ. ആൾ നിരാശയോടെ പറയുമ്പോൾ ആനന്ദ് ഇടയിൽ കയറി പരിഹസിച്ചു. ലക്ഷ്മി അവനെ നോക്കി. പിന്നീട് അറിഞ്ഞ് ഏട്ടൻ ഗൾഫിൽ പോയിന്നാ. അപ്പൊ നിന്നെക്കാൾ നന്നായിട്ടാവും നിന്നെ തേച്ചു എന്നർത്ഥം. അതുകൊട്ടെ, ഇനി നിന്റെ പ്ലാൻ എന്താ? എന്നെന്തായാലും നിനക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഉണ്ണി അവന്റെ വഴിക്കും പോയി. ഇനി അത് നിന്നെ വീട്ടിൽ കൊണ്ടാകട്ടെ. അവനത് പറഞ്ഞു. ലക്ഷ്മി ഭയത്തോടെ അവനെ നോക്കി. വേണ്ട, അമ്മ എന്നെ കൊല്ലും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിന്റെ ഈ ദിവ്യപ്രേമം വെച്ച് എന്നെയും വേണ്ട, വീട്ടിൽ പോകാനും പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കഷ്ടത്തിലാവും. എനിക്കുള്ളൊരു ജീവിതം. എനിക്കിപ്പോൾ പ്രായം 28. ഇനിയും കാത്തുന്ന തന്റെ ഈ പ്രേമം കാരണം എന്റെ ജീവിതം വഴിമുട്ടി പോകും. അവന്റെ വാക്കുകളിലെ അമർഷം ലക്ഷ്മിയെ വേദനിപ്പിച്ചു. അവൾ മെല്ലെ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അറിയാം, ഒരാഴ്ച എനിക്ക് സമയം തരുമോ? ഞാൻ എന്തെങ്കിലും ജോലി നോക്കാം. ഡിഗ്രി ഉണ്ടല്ലോ, പാർട്ട് ടൈം ജോലി ഒപ്പിച്ച് ഞാൻ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറിക്കോളാം. ആരെന്തോന്ന് ഇടവേർപ്പെട്ടു. അപ്പൊ എന്റെ അമ്മയോടും പെങ്ങളോടും ഞാനെന്ത് പറയണം? അവൾക്കതിന് മറുപടിയില്ലായിരുന്നു. ഞാൻ അവരോട് മാപ്പ് പറയാം, പോരെ? അവൾ ചോദിച്ചു. അങ്ങനെയെങ്കിൽ അതൊക്കെ ഇന്ന് തന്നെ വേണം. എത്രയും വേഗം എല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്യുന്നത് നല്ലത്. ഇനിയൊരു നാടകത്തിന് എനിക്ക് വയ്യ. ആനന്ദ് അതും പറഞ്ഞ് കടലിലേക്ക് നോട്ടമാറ്റിയിരിക്കുമ്പോൾ എല്ലാം അവസാനിക്കാൻ പോകുന്നതെന്ന ആശ്വാസമാണോ, അതോ താൻ ആദ്യമായി സ്നേഹിച്ച പെണ്ണ് തന്നിൽ നിന്ന് അകന്നു പോകുന്നതിന്റെ സങ്കടമാണോ എന്ന് അവനും അറിയില്ലായിരുന്നു. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.